നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു സസ്യമാണ് പപ്പായ. 1 ഗ്രാം പപ്പായയിൽ ഏകദേശം 32 കലോറി ഊർജ്ജം, 7.2 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, കൂടാതെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്നിവയും കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വലിയ തോതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇല്ലാത്തതിനാൽ അധികം പഴുക്കാത്ത പപ്പായ മിതമായ അളവിൽ പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാവുന്നതാണ്. അതുപോലെ പഴുത്ത പപ്പായയിൽ പച്ച പപ്പായയേക്കാൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും പഴുത്ത പപ്പായ ഉപയോഗിക്കാം. പച്ച പപ്പായ കറി വെക്കുന്ന സമയത്ത് അതിലെ പൊട്ടാസ്യവും കറയും ഒക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചൂറ്റിയതിന് ശേഷം പാചകം ചെയ്താൽ മതി. പച്ച പപ്പായയിൽ അടങ്ങിയിട്ടുള്ള പപ്പൈൻ എന്ന് പറയുന്ന എൻസൈമും നാരുകളും ദഹനത്തെ വളരെയധികം സുഗമമാക്കാനായിട്ട് സഹായിക്കും. മലബന്ധം ഒഴിവാക്കുകയും ചെയ്യും. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെയൊക്കെ തടയും. ഇത് ക്യാൻസർ സാധ്യത കുറയ്ക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും. പപ്പായയിൽ ധാരാളം ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. ജീവിതശൈലി കൊണ്ട് തന്നെ ഉണ്ടാകുന്ന അമിതവണ്ണം, രക്തസമ്മർദ്ദം, ആർത്രൈറ്റിസ്, അതുപോലെ കുടൽ സംബന്ധമായിട്ടൊക്കെയുള്ള മറ്റ് രോഗങ്ങൾ, ഇവയിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് പപ്പായ കഴിക്കാവുന്നതാണ്. അത് അധികം പഴുത്തു പോകാത്ത പപ്പായ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. കലോറി കുറവായതിനാൽ തന്നെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഭക്ഷണത്തിൽ പപ്പായ ഉൾപ്പെടുത്താം. ഇനി പച്ച പപ്പായ ഇതുപോലെ അധികം കഴിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിലുള്ള പപ്പൈൻ എന്ന ഒരു എൻസൈം ഉണ്ട്. അത് ചിലപ്പോൾ ദോഷം ചെയ്യാം. ഗർഭാവസ്ഥയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ അത് കഴിക്കാൻ പാടില്ല. ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ നില നിയന്ത്രിക്കുന്നതിനായിട്ട് പപ്പായയിലെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ലൈക്കോപ്പീൻ എന്നൊരു വസ്തുണ്ട്. അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ശരീരത്തിലുള്ള ജലാംശമൊക്കെ നിലനിർത്താനും ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും ഈ പപ്പായ സഹായിക്കുകയും ചെയ്യും. നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് പഴുത്ത പപ്പായയും അതുപോലെ പച്ച പപ്പായയുടെ കറയും ഉപയോഗിക്കാറുണ്ട്. വയറിലുണ്ടാകുന്ന വിരശല്യം, കൃമിശല്യം ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പഴുത്ത പപ്പായയും പച്ച പപ്പായയും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ ഇങ്ങനെയുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് പപ്പായ കഴിക്കാവുന്നതാണ്. വിരലിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് പപ്പായ. ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, മഞ്ഞപ്പിത്തം ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാനായിട്ട് പപ്പായ ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. PCOD പോലെയുള്ള ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും പപ്പായ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥയെ പരിഹരിക്കുന്നതിന് സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ധാരാളമായിട്ടുണ്ട്.